നിഷാദ്, ഇവിടെ കാര്യങ്ങൾ വളരെ സ്പഷ്ടമാണ്. ബി.ജെ.പി. ഗുജറാത്ത് ഇലക്ഷനിൽ എടുത്ത ഒരു തന്ത്രമുണ്ട്. അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നേ എന്ന് പറഞ്ഞ് കോൺഗ്രസ് വിജയത്തിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അവർ കളിച്ച വർഗീയ കാർഡ്. എന്നിട്ടും കോൺഗ്രസ് നിസ്സാര വോട്ടുകൾക്കും നിസ്സാര സീറ്റുകൾക്കുമാണ് അത് തോൽക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം അവിടെ ബി.ജെ.പി. നടത്തിയതിന്റെ അതേ ആവർത്തനം ഇവിടെ CPM ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നിഷാദ്? ഇനി ആദർശപരതയിൽ ഊന്നിയിട്ട് ഭരണസമിതികൾ ഉണ്ടാക്കുന്ന CPM എന്താണ് ചെയ്തത്? കോൺഗ്രസിന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരാൾ, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ സീറ്റ് നിഷേധം വൈകാരികമായിട്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും. അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു തൃശൂർ കോർപ്പറേഷനിൽ. അദ്ദേഹത്തെ മേയറാക്കുകയാണ് CPM. ഇത് തന്നെയല്ലേ ബി.ജെ.പി. എല്ലായിടത്തും ചെയ്തത്? ജനപ്രതിനിധികളെ പർച്ചേസ് ചെയ്യാനും വർഗീയമായിട്ട് ജനങ്ങളെ ചേരിതിരിക്കാനും മടിയില്ലാത്ത ബി.ജെ.പിയുടെ ദേശീയ തന്ത്രങ്ങൾ രണ്ട് ഉദാഹരണങ്ങളിലൂടെ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറഞ്ഞു. CPM ഇവിടെ നടപ്പാക്കാണ്. ആ തൃശൂർ കോർപ്പറേഷനിൽ ഒരാൾ പോലും ചോദിക്കുന്നില്ല CPM-നോട് മാറി നിന്നൂടായിരുന്നോ, ഇയാളെ ഇങ്ങനെ കൂട്ടണമായിരുന്നോ, നമ്മുടെ ആളല്ലല്ലോ, അയാളെ മേയറാക്കി അവതരിപ്പിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ പാപ്പരത്തൻ എന്താണ്? പിന്നെ ആളുകളെ കക്ഷത്തിൽ വെച്ച് തിരിക്കണേന്റെ കഥ. CPM CPI-നെ കക്ഷത്തിൽ വെച്ച് തിരിക്കുന്നുണ്ടാവും. പക്ഷെ കോൺഗ്രസ് UDF-ല് മുസ്ലിം ലീഗ് കോൺഗ്രസിനെയും അങ്ങനെ തിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങൾ പറയുന്നത്. പാവം CPI അവിടെ ശ്വാസം മുട്ടുകയാണ് നിങ്ങളുടെ നയവ്യതിയാനത്തിൽ. അതുപോലെ തന്നെയാണ് AK ആന്റണിക്ക് തിരൂരങ്ങാടിയിൽ സീറ്റ് കൊടുത്ത മുസ്ലിം ലീഗിനെ നിങ്ങൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരരുത് ലാൽ.